നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LBS വഴിയുള്ള BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ജൂലൈ 14 വരെയാണ് സമയം തന്നിരുന്നത്. ഇംപ്രൂവ്മെൻറ്റിൻ്റെയും റിവാലുവേഷൻ്റെയും മാർക്കുകൾ പല കുട്ടികളുടെയും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ആയിട്ട് വരാത്ത കുട്ടികൾ അവരുടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസിലും അക്കാഡമിക് ഡീറ്റെയിൽസിലും വന്നിട്ടുള്ള തെറ്റുകളും കുട്ടികൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുതിയതായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം LBS പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള LBSന്റെ സെന്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. LBSന്റെ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമെല്ലാം LBSന്റെ വെബ്സൈറ്റിലൂടെയാണ് അറിയിക്കുന്നത്. LBSന്റെ 12 ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അത് കാണാം. LBSന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് കാണാം. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ ID-യും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഓപ്പൺ ആകുന്നത്. അവിടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാണാം. 2 റാങ്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തേതിൽ BSc നഴ്സിംഗും BA-SLP കോഴ്സ് ഒഴിച്ചുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുമാണ് ഉള്ളത്. രണ്ടാമത്തേതിലാണ് BA-SLP കോഴ്സിന്റെ റാങ്ക് ലിസ്റ്റ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും അതിൽ ഉണ്ടാകും. ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കുന്ന റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഓരോ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്കാണ് കാറ്റഗറി റാങ്ക്. BSc നഴ്സിംഗിന്റെയും BA-SLP ഒഴിച്ചുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കുകളാണ് കണക്കാക്കുന്നത്. BA-SLP കോഴ്സിന്റെ റാങ്കിന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ബയോളജി അല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രിയുടെ കൂടെ ബയോളജി അല്ലാതെ മറ്റ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളുടെ ആ മാർക്കാണ് അതിനുവേണ്ടി പരിഗണിക്കുന്നത്. ബയോളജി അല്ലാതെ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹ്യൂമാനിറ്റീസ് എന്നിവ പഠിച്ച കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രിയുടെ കൂടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്തുള്ള LBS സെന്ററുമായി കോൺടാക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിലെ തെറ്റുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും LBSന്റെ വെബ്സൈറ്റിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. പുതിയതായിട്ടുള്ള നിർദ്ദേശങ്ങളും അറിയിപ്പുകളും എല്ലാം LBSന്റെ വെബ്സൈറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.